നാളെ ധനുർമാസ ബുധനാഴ്ച രാത്രി 9 മണിക്ക്. വാതിൽപ്പടിയിൽ ഇത് തളിച്ചാൽ മതി. കഷ്ടപ്പാടുകൾ, ദോഷങ്ങൾ നീങ്ങി വീട്ടിൽ ഐശ്വര്യം നിറയും. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. പലരുടെയും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എത്ര സമ്പാദിച്ചാലും കയ്യിൽ പണമില്ലാതെ വരുന്നുവെന്നോ, അല്ലെങ്കിൽ എപ്പോഴും ഏതെങ്കിലും അസുഖം ശല്യപ്പെടുത്തുന്നുവെന്നോ, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാതെ വഴക്കുകൾ നടക്കുന്നുവെന്നോ ദുഃഖിക്കുന്നവരുണ്ടാകും. ഇതെല്ലാം ഒരു വശത്ത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ വെള്ളം പോലെ ചെലവായി പോകുന്നത് മറ്റൊരു വശത്ത്. ഇത്തരം പ്രശ്നങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നാളെ ധനുർമാസത്തിലെ ബുധനാഴ്ച ഒരു മികച്ച അവസരമാണെന്ന് പറയാം. നാളെ രാത്രി കൃത്യം 9 മണിക്ക് നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഇത് തളിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യം, ദോഷങ്ങൾ, നരദൃഷ്ടി എന്നിവയെല്ലാം നീങ്ങി സാക്ഷാൽ ആ ലക്ഷ്മീദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കും. സ്വർണവർഷം പെയ്യും എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ വാതിൽക്കൽ എന്ത് തളിക്കണം, എങ്ങനെ തളിക്കണം, എന്തിന് തളിക്കണം എന്ന് പൂർണ്ണ വിവരങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തിയുള്ളതായതുകൊണ്ട് വീഡിയോ എവിടെയും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. പലരും വാതിലിനെ വീട്ടിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള ഒരു വാതിൽ മാത്രമായി കാണുന്നു. എന്നാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ, വാസ്തുശാസ്ത്രത്തിൽ വാതിലിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. വീടിൻ പ്രധാന വാതിൽ ജീവനാണ്. അത് നമ്മുടെ വീടിന്റെ മുഖം പോലെയാണ്. നമുക്ക് മുഖം എത്ര പ്രധാനമാണോ, വീടിൻ പ്രധാന വാതിൽ അത്രയും പ്രധാനമാണ്. സാക്ഷാൽ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാതിലിലൂടെയാണ്. അതുപോലെ കുലദേവതകളും ഗ്രാമ ദേവതകളും വാതിലിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും അതിരാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുന്നിൽ കല്ലാപ്പി തളിച്ച് രംഗോലി വരച്ച് വാതിൽപ്പടിയിൽ മഞ്ഞൾ പുരട്ടി കുങ്കുമം തൊട്ടിരുന്നത്. അങ്ങനെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് തിളങ്ങുന്ന വാതിലുള്ള വീട്ടിലേക്ക് ലക്ഷ്മിദേവി സന്തോഷത്തോടെ നടന്നുവരും. എന്നാൽ ഈ ദിവസങ്ങളിൽ മാറിയ ജീവിതശൈലി കാരണം പലരും അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നതുകൊണ്ടോ സമയം ഇല്ലാത്തതുകൊണ്ടോ വാതിൽപ്പടി ശരിയായി പരിപാലിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വാതിൽപ്പടി എത്ര വൃത്തിയുള്ളതും എത്ര പവിത്രവുമാണോ അത്രയും ഐശ്വര്യം ആ വീട്ടിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ ധനുർ മാസത്തിൽ വാതിൽപ്പടി പൂജിക്കുന്നത് വഴി വിഷ്ണുവിന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. എന്നാൽ ഈ ബുധനാഴ്ച വാതിൽക്കൽ നമ്മൾ ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യരുത്. പലർക്കും വാതിൽക്കൽ ഇരിക്കുന്ന ശീലമുണ്ട്. എന്നാൽ അങ്ങനെ വാതിൽക്കൽ ഇരിക്കുന്നത്, വാതിൽക്കൽ നിന്ന് സംസാരിക്കുന്നത്, വാതിൽക്കൽ തുമ്മുന്നത് തുടങ്ങിയവ ചെയ്യരുത്. അതുപോലെ വാതിൽക്കൽ ചെരുപ്പുകൾ അഴിച്ചിടുന്നത്, വാതിലിന് നേരെ മാലിന്യപ്പെട്ടികൾ വെക്കുന്നത് തുടങ്ങിയവ ചെയ്താൽ ലക്ഷ്മിദേവി ആ വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടില്ല. വാതിൽ എപ്പോഴും വൃത്തിയായി ഇരിക്കണം. ഒരു തടസ്സവും ഇല്ലാതെ ഇരിക്കണം. ഇനി നാളെ ധനുർമാസ ബുധനാഴ്ച ആയതുകൊണ്ട്, വിഘ്നേശ്വരൻ ഇഷ്ടപ്പെട്ട ദിവസമായതുകൊണ്ട് ഈ ദിവസം നമ്മൾ വാതിൽക്കൽ ചെയ്യുന്ന ചെറിയ തന്ത്രം നമ്മുടെ തലവര തന്നെ മാറ്റും. നമ്മുടെ വീടിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഉള്ള നരദൃഷ്ടിയെയും ദോഷത്തെയും ഇല്ലാതാക്കാൻ ഈ പരിഹാരത്തിന് ശക്തിയുണ്ട്. ഈ പരിഹാരം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്നവയാണ്. അവ മല്ലി, കടുക്, കുരുമുളക്, കുറച്ച് കുങ്കുമം, കുറച്ച് കർപ്പൂരം, കേൾക്കാൻ വളരെ ചെറിയ
വസ്തുക്കളായി തോന്നാമെങ്കിലും ആത്മീയമായും താന്ത്രികമായും ഇവയ്ക്കുള്ള ശക്തി അതിശയകരമാണ്. ഓരോ വസ്തുവിനെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യം മല്ലി. മല്ലി എന്നാൽ സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ്. അതുകൊണ്ടാണ് മല്ലിയെ ധന എന്ന് വിളിക്കുന്നത്. ഈ പരിഹാരത്തിൽ മല്ലി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാകുകയും പണത്തിന്റെ വരവ് കൂടുകയും ചെയ്യും. നിലച്ചുപോയ ജോലികൾ വീണ്ടും ആരംഭിക്കും. കടങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പതിയെ പതിയെ ഇല്ലാതാകും. ഇനി രണ്ടാമത്തേത് കടുക്. കടുക് എന്നത് ഉഗ്രതയുടെ പ്രതീകമാണ്. നമ്മുടെ വീട്ടിലുള്ള ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കാൻ കടുക് കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് ദൃഷ്ടി ദോഷം മാറ്റുമ്പോൾ കടുകും ഉപ്പും ചേർത്ത് ഉപയോഗിക്കുന്നത്. വാതിൽക്കൽ വിതറുന്നത് വഴി പുറത്തുനിന്ന് വരുന്ന ഏതൊരു ദുശക്തിയും നരദോഷവും വാതിൽ കടന്ന് അകത്തേക്ക് വരില്ല. കടുക് ഒരു രക്ഷാകവചം പോലെ നമ്മുടെ വീടിനെ സംരക്ഷിക്കും. പ്രധാനമായും ശത്രുക്കളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ, അസൂയ, ദോഷകരമായ വാക്കുകൾ എന്നിവ നമ്മളിൽ പതിക്കാതെ കടുക് തടയും. ഇനി മൂന്നാമത്തേത് കുരുമുളക്. കുരുമുളകിനും രൂക്ഷമായ സ്വഭാവമുണ്ട്. ഇവ ആരോഗ്യത്തിന് മാത്രമല്ല ആത്മീയമായും വളരെ ശക്തിയുള്ളതാണ്. ജ്യോതിശാസ്ത്രം അനുസരിച്ച് രാഹു കേതുക്കളുടെ ദോഷങ്ങളുള്ളവരും ശനിദോഷമുള്ളവരും കുരുമുളക് ദാനം ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകുകയോ കാരണം ഇല്ലാതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയോ കുട്ടികൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ അത് തീർച്ചയായും ഏതെങ്കിലും ഒരു ദോഷം കാരണമാണ് സംഭവിക്കുന്നത്. അത്തരം ദോഷങ്ങൾ ഒഴിവാക്കാൻ കുരുമുളക് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിവിധിയിൽ കുരുമുളക് ചേർക്കുന്നത് വീട്ടിലെ അസ്വസ്ഥതകൾ നീക്കി സമാധാനം നൽകുന്നു. നാലാമത്തേത് കുങ്കുമമാണ്. കുങ്കുമം മംഗളകരമാണ്. അത് സാക്ഷാൽ ദേവിയുടെ രൂപമാണ്. കുങ്കുമം എവിടെയുണ്ടോ അവിടെ ശുഭം സംഭവിക്കും. ഈ മിശ്രിതത്തിൽ കുങ്കുമം ചേർക്കുന്നത് ആ പ്രതിവിധിക്ക് ദൈവിക ശക്തി നൽകുന്നു. നമ്മുടെ വീടിന്റെ വാതിൽ ലക്ഷ്മി കടാക്ഷത്താൽ പ്രകാശിക്കും. അവസാനമായി കർപ്പൂരം. കർപ്പൂരം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധവും ആ വെളിച്ചവും നമ്മുടെ മനസ്സിനെ എത്രത്തോളം ശാന്തമാക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കർപ്പൂരത്തിനുള്ള ഒരു പ്രത്യേക ഗുണം എന്തെന്നാൽ അത് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുത്ത് പോസിറ്റീവ് ഊർജ്ജം പുറത്തുവിടും. അതുകൊണ്ടാണ് നമ്മൾ ആരതി ഒഴിയുമ്പോൾ കർപ്പൂരം ഉപയോഗിക്കുന്നത്. ഈ പ്രതിവിധിയിൽ കർപ്പൂരപ്പൊടി ഉപയോഗിക്കുന്നത് ആ പരിസരങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇനി യഥാർത്ഥ പ്രതിവിധി എങ്ങനെ ചെയ്യണമെന്ന് വിശദമായി പറയാം. നാളെ ബുധനാഴ്ച രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങുന്നതിനു മുമ്പ് ഏകദേശം രാത്രി 9 മണിയോടെ ഈ പ്രതിവിധി ചെയ്യണം. കാരണം രാത്രി 9 മണിക്ക് ശേഷം പുറത്ത് സഞ്ചാരം കുറയും. കാലാവസ്ഥ ശാന്തമായിരിക്കും. താന്ത്രികമായ അല്ലെങ്കിൽ പരിഹാരപരമായ കാര്യങ്ങൾ ചെയ്യാൻ അത് വളരെ അനുയോജ്യമായ സമയമാണ്. ആദ്യം നിങ്ങൾ ഒരു ചെറിയ പാത്രം എടുക്കുക. അത് സ്റ്റീൽ പാത്രമോ മറ്റേതെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റോ ആകാം. അതിൽ ഒരു പിടി മല്ലി ഇടുക. ആ മല്ലിയുടെ മുകളിൽ കുറച്ച് കടുക് കൂടി ഇടുക. പിന്നീട് 5-6 കുരുമുളക് മണികൾ ഇടുക. അതിനുശേഷം ഒരു നുള്ളു കുങ്കുമം കൂടി ഇടുക. അവസാനമായി ഒരു ചെറിയ കർപ്പൂര കഷ്ണം എടുത്ത് നന്നായി പൊടിച്ച് ആ മിശ്രിതത്തിൽ ചേർക്കുക. ഇപ്പോൾ ഈ 5 വസ്തുക്കളും നിങ്ങളുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് നന്നായി ഇളക്കുക. ഇളക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയോ ഗണപതിയെയോ സ്മരിക്കുക. എനിക്കുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഒഴിഞ്ഞുപോകണം. എന്റെ വീട് സുഖസന്തോഷങ്ങളാൽ നിറയണം. കടബാധ്യതകൾ തീരണം. വീട്ടിലേക്ക് ലക്ഷ്മീദേവി വരണം എന്ന് ഉറച്ച സങ്കല്പം ചെയ്യുക. നിങ്ങളുടെ സങ്കല്പമാണ് ഇവിടെ വളരെ പ്രധാനം. നിങ്ങൾ എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നുവോ അത്രയും നല്ല ഫലം ലഭിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ ഈ മിശ്രിതം എടുത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോകുക. വാതിലിന് പുറത്ത് നിന്ന് നിങ്ങളുടെ വലത് കൈകൊണ്ട് ഈ മിശ്രിതം കുറച്ച് കുറച്ചായി എടുത്ത് വാതിലിന്റെ മുകളിൽ, അതായത് ഉമ്മറപ്പടിയിൽ തളിക്കുക. ഉമ്മറപ്പടിയുടെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് മുഴുവൻ വീഴുന്ന രീതിയിൽ
തെളിക്കുക. ഒരുപക്ഷേ നിങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പ്രധാന വാതിലിന് താഴെയുള്ള മാർബിളിലോ ടൈലുകളിലോ ഈ മിശ്രിതം ഒരു നേർത്ത വരയെന്നോണം ഒരു ബോർഡർ പോലെ വിതറുക. ഇങ്ങനെ വിതറുമ്പോൾ ഈ ഓം ഗം ഗണപതയെ നമ എന്നോ ഈ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നോ മനസ്സിൽ ജപിക്കുക. ഇങ്ങനെ വിതറിയ ശേഷം അത് അങ്ങനെ തന്നെ വിടുക. അതിൽ ചവിട്ടരുത് എന്ന നിയമമൊന്നുമില്ല. പക്ഷേ രാത്രിയിൽ ആരും അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് പ്രശ്നമുണ്ടാകില്ല. അബദ്ധത്തിൽ കാൽ തട്ടിയാലും ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെ വാതിൽപ്പടിയിൽ ഈ ശക്തിയേറിയ വസ്തുക്കൾ വിതറുന്നതിലൂടെ രാത്രി മുഴുവൻ ഈ വസ്തുക്കളിൽ നിന്ന് വരുന്ന ഊർജം വാതിൽപ്പടിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കും. പുറത്ത് കറങ്ങുന്ന ദുഷ്ടശക്തികളും കാറ്റും പൊടിയുമൊന്നും വാതിൽപ്പടി കടന്ന് അകത്തേക്ക് വരില്ല. മാത്രമല്ല, അടുത്ത ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ലക്ഷ്മീദേവി സഞ്ചരിക്കുമ്പോൾ മല്ലി, കുങ്കുമം, കർപ്പൂരം എന്നിവയുടെ ഗന്ധം ആസ്വദിച്ച് ആ അമ്മ സന്തോഷിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവരും. ഇങ്ങനെ രാത്രി മുഴുവൻ വെച്ച ശേഷം അടുത്ത ദിവസം രാവിലെ, അതായത് വ്യാഴാഴ്ച രാവിലെ ഉറക്കമുണരുമ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ വാതിൽപ്പടിയിൽ തളിച്ച ഈ മിശ്രിതം ചൂലുകൊണ്ട് തുടച്ചു നീക്കുക. അങ്ങനെ തുടച്ചു നീക്കിയ ശേഷം അത് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലോ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴുകുന്ന വെള്ളത്തിലോ കളയുക. ഡസ്റ്റ്ബിനിൽ മാത്രം ഇടരുത്. കാരണം അതിൽ ലക്ഷ്മി സ്വരൂപമായ മല്ലിയും കുങ്കുമവുമുണ്ട്. അതിനാൽ അവയെ ആദരവോടെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ വസ്തുക്കൾ വലിച്ചെടുത്ത നെഗറ്റീവ് ഊർജം മുഴുവൻ വീടിന് പുറത്തേക്ക് പോകും. ഈ ചെറിയ കാര്യം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കും. വീട്ടിലുള്ള ഭാരം കുറഞ്ഞതായി തോന്നും. മനസ്സിന് ശാന്തത ലഭിക്കും. അനാവശ്യമായ വഴക്കുകൾ കുറയും. പ്രധാനമായും സാമ്പത്തികമായി വളരെക്കാലമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ലഭിക്കും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. തൊഴിൽ അന്വേഷണങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും. വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കും. ഇത് എന്തോ മാന്ത്രിക വിദ്യയോ മന്ത്രമോ അല്ല. നമ്മുടെ പൂർവികരായ ഋഷിമാർ നമുക്ക് നൽകിയ പ്രകൃതിയുടെ രഹസ്യങ്ങളാണിവ. ഓരോ വസ്തുവിലും ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശക്തിയെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിലും ഉപരി നാളെ ഒരു സാധാരണ ദിവസമല്ല. ധനുർ മാസത്തിലെ ബുധനാഴ്ചയാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന ഏത് ചെറിയ ദൈവീക കാര്യവും പാഴായി പോകില്ല. വിഷ്ണുവിന്റെ ആരാധനയും ഗോദാദേവിയുടെ പൂജയും എത്ര പ്രധാനമാണോ അതുപോലെ നമ്മുടെ വീടിനെ വൃത്തിയായി പോസിറ്റീവ് എനർജിയോടെ നിലനിർത്തുന്നതും പ്രധാനമാണ്. കാരണം ദൈവം എപ്പോഴും ശുചിത്വമുള്ളിടത്ത് മാത്രമേ ഉണ്ടാകൂ. വാതിൽ നമ്മുടെ വീടിന്റെ വായ പോലെയാണെന്ന് നമ്മൾ കരുതിയിരുന്നല്ലോ. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ശരീരം എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുമോ, വാതിൽക്കൽ നല്ല ഊർജം വെച്ചാൽ വീടും അതുപോലെ ആരോഗ്യവും സന്തോഷവുമുള്ളതായിരിക്കും. ചിലർക്ക് സംശയം തോന്നിയേക്കാം, ഞങ്ങൾക്ക് വാതിൽപ്പടിയില്ലല്ലോ, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന്. വാതിൽപ്പടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വീടിനും ഒരു പ്രധാന വാതിൽ പ്രവേശനമുണ്ട്. ഈ ഊർജം മുഴുവൻ ആ സ്ഥലത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ എല്ലാവർക്കും ഈ പ്രതിവിധി ചെയ്യാൻ കഴിയും. അതുപോലെ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. പണി ചെയ്യരുത്. വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ചെയ്യിക്കുക. അല്ലെങ്കിൽ ആ 3 ദിവസം കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ചയെങ്കിലും ചെയ്യാം. പുരുഷന്മാർക്കും ഈ പരിഹാരം ചെയ്യാം. ഇതിൽ ഒരു സംശയവുമില്ല. കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ആർ ചെയ്താലും നല്ലതാണ്. ഈ ചെറിയ മല്ലിയും കടുകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ പൂർവികർ എന്ത് പറഞ്ഞാലും അതിനു പിന്നിൽ ഒരു അർത്ഥവും പരമാർത്ഥവും ശാസ്ത്രീയ കാരണവും ഉണ്ടാകും. കടുക് ബാക്ടീരിയകൾക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അവ വാതിലിന്റെ അടുത്ത് വെക്കുന്നതുകൊണ്ട് കണ്ണിൽ കാണാത്ത അണുക്കളും നശിക്കും. ഇങ്ങനെ ആരോഗ്യപരമായും ആത്മീയപരമായും നമുക്ക് ഗുണം ചെയ്യുന്ന ഈ ചെറിയ കാര്യം നാളെ രാത്രി 9 മണിക്ക് ചെയ്യാൻ മറക്കരുത്. വെറും 9 മണിക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് എല്ലാവരും ജോലികൾ തീർത്ത് വീട്ടിലെത്തി ശാന്തമായി ഇരിക്കുന്നത്. ആ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകളും സങ്കല്പങ്ങളും പ്രപഞ്ചത്തിലേക്ക് ശക്തമായി പോകും. അവസാനമായി പറയാനുള്ളത് ഒന്നേയുള്ളൂ, കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആ കഷ്ടപ്പാടുകൾ കണ്ട് ഭയപ്പെടാതെ ധൈര്യമായി നേരിടണം. അതിന് ദൈവബലം കൂടിയുണ്ടെങ്കിൽ വിജയം തീർച്ചയായും നമ്മുടേതാകും.
ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ എത്ര പൂജകൾ ചെയ്താലും ഇത്തരം ചെറിയ തന്ത്രങ്ങളും പരിഹാരങ്ങളും ചെയ്യുന്നത് വഴി നമുക്കറിയാതെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകും. നാളെ രാത്രി നിങ്ങൾ ഈ പരിഹാരം ചെയ്ത് ശാന്തമായി ഉറങ്ങുക. നല്ല ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക. ബുധനാഴ്ച ഈ ചെറിയ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്കുള്ള കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, തടസ്സങ്ങൾ എല്ലാം വെണ്ണ പോലെ എളുപ്പത്തിൽ അലിഞ്ഞു പോകും. നിത്യജീവിതത്തിൽ ഏത് കാര്യം തുടങ്ങിയാലും ആ കാര്യത്തിൽ തടസ്സങ്ങൾ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ, വിഘ്നങ്ങൾ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ, ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ ബുധനാഴ്ച ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം ചെയ്യണം. ആ പരിഹാരം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഒരു ചെറിയ കഥ കേൾക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം അംബശശയിൽ കിടന്നിരുന്ന ഭീഷ്മർ ധർമ്മരാജന് പലതരം ഉപദേശങ്ങൾ നൽകി. ലോകകാര്യങ്ങളെക്കുറിച്ചും രാജ്യഭരണത്തെക്കുറിച്ചുമുള്ള ഈ ഉപദേശങ്ങൾ കാലം മാറിയിട്ടും അവയുടെ മൂല്യം നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവയിൽ സൗഹൃദത്തിന്റെ പരിമിതികളെക്കുറിച്ചും ശത്രുതയിൽ നിന്ന് ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ചും പറഞ്ഞ ഒരു തത്തയുടെ കഥ നമുക്ക് വളരെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ധർമ്മരാജ, പണ്ട് ബ്രഹ്മദത്തൻ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ തന്റെ കഥ എന്നൊരു തുടങ്ങി. ആ ബ്രഹ്മദത്തൻ ഒരു തത്തയോട് അടുപ്പം തോന്നി. ആ അടുപ്പം സൗഹൃദമായി മാറി. തത്ത ബ്രഹ്മദത്തന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. ഇങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ ആ തത്തയ്ക്ക് ഒരു മകൻ ജനിച്ചു. ബ്രഹ്മദത്തന്റെ മകൻ ആ കുഞ്ഞു തത്തയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുഞ്ഞു തത്തയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന രാജകുമാരൻ എന്തുകൊണ്ടോ അതിനോട് ദേഷ്യം തോന്നി. ഉടൻ തന്നെ അതിനെ ഞെരിച്ചുകളഞ്ഞു. ആ കാഴ്ച കണ്ട തത്തയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ഉടൻ തന്നെ തന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അതോടെ രാജകുമാരൻ അന്ധനായി. തത്ത അതുകൊണ്ട് മാത്രം നിർത്തിയില്ല. നേരെ രാജാവിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകൻ എന്റെ മകനെ കൊന്ന് തെറ്റ് ചെയ്തു. അതിന് പ്രതിഫലമായി ഞാൻ അവനെ അന്ധനാക്കി. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും ഇനി ഞാൻ ഇവിടെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ പോയി. തത്തയുടെ വാക്കുകൾ കേട്ട രാജാവ്, നീ പറഞ്ഞത് സത്യമാണ്. സംഭവിച്ചതിൽ നിനക്ക് തെറ്റൊന്നുമില്ല. രാജകുമാരൻ നിന്റെ മകൻ ദോഷം വരുത്തി. അതുകൊണ്ട് ഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെയെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോകേണ്ട ആവശ്യം എന്താണ്? സംഭവിച്ചത് സംഭവിച്ചു. ദയവായി ഇനിമേലും എന്നോട് സൗഹൃദത്തിൽ തുടരുക എന്ന് അഭ്യർത്ഥിച്ചു. രാജാവേ, ഞാൻ നിന്റെ മകനെ അന്ധനാക്കി മാറ്റി. അതുകൊണ്ട് നിന്നിൽ എന്നോട് പ്രതികാരം ഉണ്ടാകും. പ്രതികാരം 4 തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഭൂമി കൈവശപ്പെടുത്തുന്നത് വഴി, സഹോദരങ്ങൾക്കിടയിൽ സ്വത്ത് തർക്കങ്ങൾ വഴി, സ്ത്രീകൾക്കിടയിൽ വാക്ക് തർക്കങ്ങൾ വർദ്ധിക്കുന്നത് വഴി, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് വഴി പ്രതികാരം വർദ്ധിക്കുന്നു. അത്തരം പ്രതികൂല വികാരങ്ങൾ ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ അവയ്ക്ക് അവസാനമില്ല. അത്തരം വിദ്വേഷകരമായ അന്തരീക്ഷത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ മകന് ദോഷം വരുത്തി. അതുകൊണ്ട് നിന്നിൽ എന്നോട് വിദ്വേഷം തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിന്റെ മധുരമായ വാക്കുകൾ കേട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തത്ത പറന്നുപോയി. അതുകൊണ്ട് ധർമ്മരാജ, ആ രാജാവ് ആ തത്തയെപ്പോലെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. തന്റെ രാജ്യത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. മൃദുവായി സംസാരിക്കുന്നതായി തോന്നാമെങ്കിലും മനസ്സ് ദൃഢമായിരിക്കണം. എല്ലാവരെയും വിശ്വസിക്കുന്നതായി തോന്നാമെങ്കിലും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. ആരുമായും അതിരുകൾ കടന്ന് അടുപ്പം കാണിക്കരുത്. ദുശ്ശീലങ്ങളിൽപ്പെട്ട് വിവേകം മറക്കരുത്. ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാകുന്നതുവരെ രഹസ്യം വെളിപ്പെടുത്തരുത്. അതുമാത്രമല്ല, പൂർണ്ണമായി തീരാത്ത കടം, പൂർണ്ണമായി കെടാത്ത തീ, പൂർണ്ണമായി അടങ്ങാത്ത പക, ഈ 3 കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. കാരണം അവ എപ്പോൾ വേണമെങ്കിലും മാരകമായി മാറിയേക്കാം എന്ന് പറഞ്ഞ് ഭീഷ്മർ അവസാനിപ്പിച്ചു. ഇനി വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ, ആരെങ്കിലും വിഘ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു വിധിവിധാനം പരിഹാരമായി പാലിക്കണം.
യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു വിളക്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. 5 തിരികൾ വെവ്വേറെ ഇട്ട് ദീപം തെളിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഗണപതിയുടെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ അടുത്ത് കറുകപ്പുല്ല് വെക്കുക. ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. അതിനുശേഷം ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ മന്ത്രമുണ്ട്. അതാണ് ഹേരംബ ഗണപതി മന്ത്രം. ആരെങ്കിലും എല്ലാ ബുധനാഴ്ചയും ഈ ഹേരംബ ഗണപതി മന്ത്രം ജപിച്ച് ഗണപതിയെ പൂജിച്ചാൽ എന്ത് തടസ്സങ്ങൾ നേരിട്ടാലും ആ തടസ്സങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പുറത്തുവരാം. അത്രയും ശക്തിയുള്ള ഹേരംബ ഗണപതി മന്ത്രം ഇതാണ്: ഓം ഗൂം ഹേരംബായ നമഃ. ഈ മന്ത്രം 21 തവണ ജപിച്ച് ചുവന്ന് പൂക്കളും കുങ്കുമം ചേർത്ത അക്ഷതവും കൊണ്ട് ഗണപതിയെ പൂജിക്കുക. ഇങ്ങനെ ചെയ്താൽ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ഏറ്റെടുത്ത ഓരോ കാര്യവും വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. കൂടാതെ ബുധനാഴ്ച നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുക. ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിയെ ദർശനം ചെയ്ത് ഗണപതി ക്ഷേത്രത്തിൽ 5 പ്രദക്ഷിണം ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെയും വിഘ്നങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പുറത്തുവരാൻ സാധിക്കും. അതുപോലെ ആരെങ്കിലും ബുധനാഴ്ച ഗണപതിയുടെ അനുഗ്രഹം എളുപ്പത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെണ്ണയുണ്ടല്ലോ, ആ വെണ്ണ കുറച്ച് ഗണപതിയുടെ ചിത്രത്തിനടുത്തോ വിഗ്രഹത്തിനടുത്തോ സമർപ്പിക്കുക. വെണ്ണ എന്തിനാണ് സമർപ്പിക്കുന്നത് എന്നുവെച്ചാൽ വെണ്ണ എത്ര എളുപ്പത്തിൽ ഉരുകിപ്പോകുന്നുവോ അത്രയും എളുപ്പത്തിൽ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം ഉരുകിപ്പോകും. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം വേഗത്തിൽ എളുപ്പത്തിൽ ഉരുകിപ്പോകണമെങ്കിൽ കുറച്ച് വെണ്ണയും ഗണപതിയുടെ ചിത്രത്തിനോ ഗണപതിയുടെ വിഗ്രഹത്തിനോ സമർപ്പിക്കുക. അതുപോലെ ഗണപതി സ്വയംഭൂവായി ഒരു വെള്ള എരുക്ക് ചെടിയുടെ രൂപത്തിൽ അവതരിച്ചുവെന്ന് ഗണേശ പുരാണത്തിൽ പറയുന്നു. അതിനാൽ നിങ്ങൾ വീട്ടിൽ ഒരു പ്രത്യേക ഗണപതിയെ വെച്ചാൽ അഖണ്ഡ വിജയം നേടാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ വെള്ള എരുക്കിന്റെ വേരിൽ കൊത്തിയ ഗണപതി രൂപം, വെള്ള എരുക്കിൽ കൊത്തിയ ഗണപതി രൂപം പുറത്ത് ലഭിക്കും. അങ്ങനെയുള്ള ഗണപതിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക. എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പൂജ ചെയ്യുക. എല്ലാ ദിവസവും ഈ വെള്ള എരുക്ക് ഗണപതിയുടെ അടുത്ത് ഒരു ചുവന്ന പുഷ്പം വെച്ച് പുറത്തേക്ക് പോകുക. ഇങ്ങനെ ചെയ്താൽ ഗണപതിയുടെ അനുഗ്രഹത്താൽ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആ കാര്യത്തിൽ വരുന്ന തടസ്സങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തുവരാം. എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ ദാമ്പത്യത്തിൽ അനുയോജ്യത കുറവുള്ളവർ ആരെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര പരിസരത്ത് വെളിച്ചെണ്ണ വിളക്കിൽ ഒഴിച്ച് ദീപം തെളിയിക്കുക. ദാമ്പത്യത്തിൽ നല്ല അനുയോജ്യത രൂപപ്പെടും. ഗണപതിയുടെ പ്രത്യേകമായ അനുഗ്രഹവും ലഭിക്കും. ഇതിനോടൊപ്പം ഗണപതി ഷോഡശോപചാര നാമങ്ങൾ എന്നുണ്ട്. ഈ ഷോഡശ നാമങ്ങൾ പ്രധാനപ്പെട്ട കാര്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ ചൊല്ലിപ്പോയാൽ ഗണപതിയുടെ പ്രത്യേക അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ ബുധനാഴ്ച ദിവസം വടക്ക് ദിശയിൽ ദീപം തെളിയിക്കുക. ആരെങ്കിലും ബുധനാഴ്ച ദിവസം വീട്ടിൽ വടക്ക് ദിശയിൽ വിളക്ക് വെച്ച് ദീപം തെളിയിച്ചാൽ അവരുടെ വീട്ടിൽ ഗണപതിയുടെ അനുഗ്രഹത്താൽ അഖണ്ഡ ഐശ്വര്യം ലഭിക്കും. അതിനാൽ നിങ്ങളും ബുധനാഴ്ച ദിവസം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അത്ഭുതകരമായ ശുഭഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക.